അന്വേഷണമാണ് മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണം. ആര് എൻ്റെ ഇരുട്ടിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് എനിക്ക് രക്ഷ നൽകും എന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഹെബ്രായർ 1:1 പറയണില്ലേ, വായിച്ച ഹെബ്രായർ 1:1. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ആര് എനിക്ക് മോചനം നൽകും? ഈ ഇരുട്ടിൽ നിന്ന്, പാപത്തിൻ്റെ ഈ ഇരുട്ടിൽ നിന്ന് ആര് മോചനം നൽകും എന്ന് മനുഷ്യരാശി ഉണ്ടായ കാലം മുതലുള്ള ഒരു ഭാരപ്പെടുത്തലാണ്. ഈ ഭാരത്തിന് ആര് രക്ഷിക്കും? അതുകൊണ്ടാണ് ഹെബ്രായർ 1:1 പറയണത് എന്താണ്? പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പല ഘട്ടങ്ങളിലും പല വ്യക്തികളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഈ പാപത്തിന് പരിഹാരം ചെയ്യുന്ന പോംവഴികൾ ആരാഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെന്താ പറഞ്ഞ വായിച്ച്? എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എപ്പോഴും നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിലേ, ഇപ്പം ചില ബാറ്ററി ഇല്ലേ, അത് ചില ടോർച്ചൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഒന്നുമില്ല. എവറഡിയുടെ ഒരു ടോർച്ചൊക്കെ ഇല്ലായിരുന്നു പണ്ട്. അപ്പോൾ അവർ എവറഡിയുടെ ടോർച്ച് ഇതിൻ്റെ പരസ്യം എന്താണ്? ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറഡി ബാറ്ററി. അവിടെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുനാളിൽ കേട്ട പരസ്യമാണ്. അത് ഈ ടോർച്ചിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോഷിബയൊക്കെയാണ് ഉണ്ടായിരുന്നത്. തോഷിബ ബാറ്ററി ഉപയോഗിച്ചാൽ പറ്റത്തില്ല, ഇതിന് എവറിയുടെ ബാറ്ററി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങളീ പറഞ്ഞ ILTS വസ്തു വിൽപ്പനയൊന്നുമല്ല, അതൊക്കെ ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നൽകുന്ന, എപ്പോഴും ഞാൻ പറയും, അതിൻ്റെ കൂടെ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണമെന്നറിയാമോ? പാപത്തിന് പരിഹാരമായിട്ട് അവൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ വാങ്ങിച്ചു, എനിക്ക് പകരക്കാരനായി അവനത് റീഫണ്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് വേണ്ടി പരപിതാവിൻ്റെ തിരുസന്നിധിയിൽ അവൻ പരിഹാരം ചെയ്തു. അപ്പം ഞാൻ സ്വതന്ത്രനായി. അതാണ് ക്രിസ്തു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ ഒന്നിനു പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തെ തന്നെ ഈ ബൈബിളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത്, ബൈബിള് സത്യവേദ പുസ്തകമാണ്. അതുകൊണ്ട് സത്യം ഈ സംഭവം പറയത്തുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർ ബൈബിൾ പറയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും കേട്ടാന്ന് പറയും. സ്വാതന്ത്ര്യത്തിനും ഇപ്പം മൗണ്ട് ബാറ്റൻ പ്രഭു 1947 ആഗസ്റ്റ് 15 രാത്രി നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതെന്താണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ പറയും, പക്ഷേ ബൈബിൾ പറയും അത് ഡ്യൂപ്ലിക്കേറ്റാണ്. എന്താ കാര്യം? ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണ് 8 ലക്ഷം പട്ടാളക്കാരെ വെച്ചിരിക്കുകയാണ്. അതിർത്തിയിൽ റാഫേലും അതുപോലെ തന്നെ എന്തെല്ലാം യുദ്ധവിമാനങ്ങളും 6 വിമാനവാഹിനി കപ്പൽ കടലിൽ നമ്മുടെ 120 യുദ്ധവിമാനങ്ങളെയും പേറിക്കൊണ്ട് കടലിൽ കിടക്കുകയാണ്. എന്തിനാണ്? ഈ മൗണ്ട് ബാറ്റൻ എഴുതി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ. അതാണ് വിഷയം. അപ്പോൾ ബൈബിൾ പറയും അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സ്വാതന്ത്ര്യങ്ങളാണ്.
മനസ്സിലായ? അപ്പം അത് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ജീവനും ഞൊട്ടിക്കൊണ്ട് പോകും. അപ്പം അതിനൊക്കെ ഇതുപോലുള്ള ഭയങ്കര വിജിലൻസ് വേണ്ടി വരും എന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ യഥാർത്ഥമല്ലാത്ത ടെമ്പററായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ടെമ്പററായിട്ടുള്ള ഭൗതിക സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 10 അടിമത്വം വേറെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 10 അടിമത്വം അതിൻ്റേതായിട്ടുള്ള ഈ കട്ടും മട്ടും എന്ന് പറഞ്ഞ പോലെ കുറേ സംഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഇപ്പം ഇങ്ങനെ ഈ മേശ